ക്രിസ്തുയേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം. സഭാ പാരമ്പര്യമനുസരിച്ച് ഇന്ന് നാം 15 നോമ്പിലേക്ക് പ്രവേശിച്ചിരിക്കുന്നുവല്ലോ. ദൈവനിയോഗത്തോട് വിപ്ലവാത്മക സമർപ്പണത്തോടും കൂടി പ്രതികരിച്ച മറിയാമിൻ്റെ സാക്ഷ്യം ശിഷ്യത്വത്തിന് ഒരു ശ്രേഷ്ഠ മാതൃക തന്നെയാണ്. ആത്മീയ ശിക്ഷണത്തിലൂടെ വിശുദ്ധ ജീവിതം നയിക്കുന്നതിനും കർത്താവിനോടുള്ള സമർപ്പണത്തിൽ ദൃഢമായി നിലനിൽക്കുന്നതിനും ഈ ദിനങ്ങൾ നമ്മെ ഒരുക്കട്ടെ. ഒന്നാം ദിവസത്തെ ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 38 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ. മത്തായി 5:38 മുതൽ 42 വരെ. 39-ാം വാക്യം കുറിവാക്യമായി വായിക്കുന്നു. ഞാനോ നിങ്ങളോട് പറയുന്നത്, ദുഷ്ടനോട് എതിർക്കരുത്, നിന്നെ വലത്തെ ചീട്ടത്തടിക്കുന്നവനും മറ്റേതും തിരിച്ചു കാണിക്കാം. ധ്യാന വിഷയമായി നമുക്ക് ചിന്തിക്കാം. പ്രതികാര സംസ്കാരത്തിൽ നിന്നും കുരിശിൻ്റെ സംസ്കാരത്തിലേക്ക്. പ്രതികാര സംസ്കാരത്തിൽ നിന്നും കുരിശിൻ്റെ സംസ്കാരത്തിലേക്ക്. യേശുവിൻ്റെ ഗിരിപ്രഭാഷണത്തിലെ ശ്രദ്ധേയമായ ഒരു ഭാഗമാവുന്നുവല്ലോ ഇത്. നിയമനീതിക്ക് അതീതമായ ദൈവരാജ്യ നൈതികതയിലേക്ക് യേശു ശിഷ്യന്മാരെ ക്ഷണിക്കുന്നു. പുറപ്പാട് പുസ്തകം 21-ാം അധ്യായം 24-ാം വാക്യത്തിലും ലേവ്യ പുസ്തകം 24-ാം അധ്യായം 20-ാം വാക്യത്തിലും ആവർത്തന പുസ്തകം 19-ാം അധ്യായം 21-ാം വാക്യത്തിലും പറഞ്ഞിരിക്കുന്ന ആനുപാതിക പ്രതികാരത്തിൻ്റെ നിയമത്തെ മറികടന്ന് യേശു ക്ഷമയുടെയും സ്നേഹത്തിൻ്റെയും ദൈവരാജ്യ ധാർമ്മികത വെളിപ്പെടുത്തുന്നു. വലത് കവൾ കാണിക്കുക എന്നത് ശാരീരിക ആക്രമണത്തെക്കാൾ വലിയൊരു അപമാനമായി അക്കാലത്ത് കരുതപ്പെട്ടിരുന്നു. ഇത് ഭീരുത്വത്തിൻ്റെയോ അനീതിക്ക് കീഴ്പ്പെടുന്നതിൻ്റെയോ അടയാളമല്ല, മറിച്ച് അഹിംസാപരമായ പ്രതിരോധത്തിലൂടെ ഹിംസയുടെ ചക്രത്തെ തകർക്കുന്ന ദൈവരാജ്യത്തിൻ്റെ മാർഗമാണ്. നിന്നോട് വ്യവഹരിച്ച് വസ്ത്രമെടുപ്പാൻ ഇച്ഛിക്കുന്നവന് പുതപ്പും വിട്ടുകൊടുക്കുക എന്നതിലൂടെ അവകാശങ്ങളുടെ കണക്കുകൂട്ടുകൾക്കപ്പുറമുള്ള കൃപയുടെ സമൃദ്ധിയെ വെളിപ്പെടുത്തുന്നു. റോമൻ പട്ടാളക്കാർക്ക് ഒരു യഹൂദനെ ഒരു നാഴിക ദൂരം ഭാരം ചുമപ്പാനുള്ള അവകാശം നിലനിൽക്കവേ 2 നാഴിക നടക്ക എന്ന ഉപദേശത്തിലൂടെ നിർബന്ധിത സേവനം സ്വമേധാ ചെയ്യുന്ന സ്നേഹസേവനമായി മാറുന്നു. പുറം ലോകത്തിൻ്റെ അധികാരമല്ല, ഉള്ളിലെ ക്രിസ്തു സ്നേഹമാണ് ഒരു ശിഷ്യന്റെ ജീവിതത്തെ നിയന്ത്രിക്കേണ്ടത്. ദൈവം നമുക്ക് അളവില്ലാതെ നൽകിയതിനാൽ ഉദാരതയോടെ പങ്കിടുന്നത് ദൈവ സ്വഭാവത്തിൽ പങ്കുചേരുന്ന ഒരു ആത്മീയ പ്രവൃത്തിയായി ചോദിക്കുന്നവന് കൊടുക്കുക എന്ന ആഹ്വാനം നമ്മെ സൂചിപ്പിക്കുന്നു. കുരിശാണ് ഈ വേദഭാഗത്തിൻ്റെ വ്യാഖ്യാന താക്കോൽ. ലോകം പ്രതികാരത്തെ ശക്തിയായി കണക്കാക്കുമ്പോൾ കുരിശ് ആത്മത്യാഗത്തിലൂടെയുള്ള ഒരു ബദൽ പ്രതികരണം വെളിപ്പെടുത്തുന്നു. ക്രൂശ് വഹിച്ച യേശു അപമാനിതനായപ്പോൾ പ്രതികാരം ചെയ്യാതെ, വസ്ത്രം അപഹരിക്കപ്പെട്ടപ്പോൾ എതിർക്കാതെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. വർഗീയത, മതധ്രുവീകരണം, രാഷ്ട്രീയ വൈരാഗ്യം, സാമൂഹ്യ അസമത്വം, കുടുംബ വിച്ഛേദനങ്ങൾ, ഡിജിറ്റൽ വിദ്വേഷം എന്നിവ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. പ്രതികാര സംസ്കാരം ഇളം തലമുറയെപ്പോലും സ്വാധീനിച്ച് ഭാവി അന്ധകാരത്തിലാക്കുന്നു. അപരനെ അടയാളപ്പെടുത്തുന്നതിന് വെറുപ്പ് ഒരു ഉപകരണമാകുന്ന ഇന്നിൻ്റെ പശ്ചാത്തലത്തിൽ വെറുപ്പിൻ്റെ രാഷ്ട്രീയത്തിൽ നിന്നും കുരിശിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് ഒരു മാറ്റം നമുക്ക് അനിവാര്യമാണ്. ദൈവരാജ്യത്തിൻ്റെ ജീവിതശൈലി പ്രകടമാവുന്ന 4 ഉദാഹരണങ്ങളിലൂടെ പ്രസ്തുത വേദഭാഗം കുരിശിൻ്റെ രാഷ്ട്രീയം നമുക്ക് പരിചയപ്പെടുത്തി തരുന്നു. സെയിന്റ് ജോൺ ക്രിസോസ്റ്റം പറയുന്നത് പോലെ, കുരിശിൻ്റെ ജീവിതശൈലി ദൗർബല്യത്തിൻ്റെ അടയാളമല്ല, മറിച്ച് ശത്രുവിനെ സ്നേഹത്തിലൂടെ ലജ്ജിപ്പിക്കുന്ന ആത്മീയ ശക്തിയുടെ പ്രകടനമാണ്. ദൈവരാജ്യത്തിൻ്റെ വിപ്ലവാത്മകരമായ ഈ ദർശനം ഉൾക്കൊണ്ടുകൊണ്ട് ക്രൂശ് വഹിച്ചവനെ അനുഗമിക്കുവാൻ നമ്മെ സമർപ്പിക്കാം. പ്രതികാരത്തിൻ്റെ സംസ്കാരത്തിൽ നിന്നും കുരിശിൻ്റെ സംസ്കാരത്തിലേക്ക് നമുക്ക് യാത്ര ചെയ്യാം. 15 നോമ്പ് ക്രൂശിത സ്നേഹത്തിൻ്റെ ആത്മീയ വിദ്യാലയമാണ്. ഇവിടെ വിശ്വാസി വർജിക്കുന്നത് ഭക്ഷണം മാത്രമല്ല, പ്രതികാരവും വിട്ടുകൊടുക്കുന്നത് അഹങ്കാരവും സ്വാർത്ഥതയും, അന്വേഷിക്കുന്നതോ ക്രിസ്തുവിൻ്റെ മനസ്സുമത്രേ.
ഈ നോമ്പിൽ നമുക്ക് ക്ഷമ അഭ്യസിക്കാം, സ്നേഹം തിരഞ്ഞെടുക്കാം, കുരിശിൻ്റെ വഴിയിൽ നടക്കാം. പ്രതികാരമില്ലാത്ത മനസ്സാണ് യഥാർത്ഥ ക്രിസ്തീയതയുടെ അടയാളമെന്ന് തിരിച്ചറിയാം. നമുക്ക് പ്രാർത്ഥിക്കാം. മറിയെ പോലെ ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന പൂർണ്ണ സമർപ്പണത്തിൽ ലോകത്തെ വീണ്ടെടുക്കുന്ന ദൈവീക പദ്ധതിയിൽ പങ്കുചേരുന്നതിനും പ്രതികാരമില്ലാത്ത മനസ്സാണ് യഥാർത്ഥ ക്രിസ്തീയതയുടെ അടയാളമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ. ആമേൻ.